യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനറ്റ് സിൽവിയ അരുജ. ഞാൻ കാടുകുറ്റി ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി, സംസാരിക്കില്ല കുട്ടി. അവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട് ഞാൻ അച്ഛൻ്റെ ആരാധനകളും ഒക്കെ സ്ഥിരമായിട്ട് ഞാൻ യാത്രയിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുമായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ബോധ്യങ്ങളാണ്. ഒരുപാട് ബോധ്യങ്ങൾ കിട്ടി എനിക്ക്. എൻ്റെ കുട്ടി എനിക്ക് കിട്ടിയ കൃപയാണെന്നുള്ള ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടായി. നിത്യജീവന് വേണ്ടി പോരാടാൻ ഈശോയുടെ കൈയും കാലും കണ്ണൊക്കെ നമ്മളാണ് എന്നുള്ളൊരു ബോധ്യം അതുണ്ടായി. കൃപയ്ക്കുമേൽ കൃപ നൽകി ദിനം എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അനുഭവം ഉണ്ടായി. വളരെ കുഞ്ഞുനാളുകളിൽ തുടങ്ങി പരിശുദ്ധ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വക്കീലാണ്. 2018 എൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ യോഗ്യത ഒട്ടും തന്നെയില്ല, ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഹൈക്കോടതിയിൽ സ്റ്റാഫായിട്ട് ജോലിയിൽ കയറാനിടയായി. അതിൽ കേസ് നിലവിലുണ്ടായിരുന്നു. സീനിയോറിറ്റി സംബന്ധിച്ചൊരു കേസും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും, എനിക്ക് യോഗ്യതയില്ലല്ലോ ഈശോയെ. സീനിയോറിറ്റി കേസുണ്ട്. അതായത് ലിസ്റ്റിൽ ഒന്നാമത്തെ റാങ്കുകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് റിസർവേഷനായിട്ട് നിന്നിരുന്ന എനിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും, എങ്ങനെയാണ് ഈശോയെ? എനിക്കതിലൊരു വിഷമവും ഉണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയില്ല, അവൾക്ക് സങ്കടമായിട്ടുണ്ടല്ലോ, 1ാം റാങ്കുകാരിയാണല്ലോ, അവളുടെ സങ്കടങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ. അങ്ങനെയും എൻ്റെ മനസ്സിൽ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഈ ആരാധന കൂടിയതിലൂടെ എനിക്ക് അപ്പോഴും എനിക്ക് ബോധ്യം കിട്ടി, കൃപയാലാണ് എനിക്കിത് ലഭിച്ചത്. അച്ഛൻ പറയുന്നത് പോലെ യോഗ്യതയാലല്ല, മെറിറ്റ്സിലല്ല, ബട്ട് ഓൺ ഗ്രേസ്, ദൈവകൃപയാലാണ് എനിക്ക് ആ ഹൈക്കോടതി ജോലി ലഭിച്ചത് എന്നുള്ള ബോധ്യം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വ്യക്തമായി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യങ്ങളും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി, അത് കൃപയാണ്, ദൈവകൃപയാണ്. നിത്യജീവന് വേണ്ടിയുള്ള എൻ്റെ പോരാട്ടമാണ് എൻ്റെ മകൻ എന്നെനിക്ക് വളരെ ബോധ്യമുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം. ഞാൻ ഹൈക്കോടതി എംപ്ലോയിയാണ്. ചാലക്കുടിയിലാണ് എൻ്റെ വീട്. ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ദിവസവും 7:30 ഇറങ്ങണം. മകൻ ഓട്ടിസമാണ്, സെൽഫ് സഫിഷ്യൻ്റ് അല്ല, ഒന്നും ചെയ്യാൻ അറിയത്തില്ല കുട്ടിക്ക്. ഞാൻ 7:30 പുറപ്പെടും. വൈകുന്നേരം 7:45 വീട് തിരിച്ചെത്തുന്നത്. ഒന്നും ചെയ്ത് പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അമ്മ എന്ന രീതിയിൽ ഒരു തോൽവിയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. ഞാൻ എന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് കോടതിയിലേക്ക് പോവാറ് ജോലിക്കായിട്ട്. ഇടയ്ക്കൊരു ആരാധനാ മഠമുണ്ട്, അവിടെ കയറി പ്രാർത്ഥിക്കും. അവിടെ ചെന്ന് മാതാവിനെ എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറുന്നത്. ജോലിയിൽ കയറി കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള കാര്യങ്ങളോ മക്കളെക്കുറിച്ചോ ചിന്തിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല. ഒക്കെ മാതാവും ഈശോയും കൂടി വളരെ ദീർഘകാലം കൊണ്ട് നടത്തി തന്നു. എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് തന്നെ എനിക്കിതൊക്കെ ദൈവം എന്നെ കൈപ്പിടിച്ച് നടത്തിയിട്ടുണ്ട്. ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് ഇതെല്ലാം ബോധ്യങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇതെല്ലാം ദൈവകൃപയാലാണ്. മാതാവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ഈശോയും മാതാവും എൻ്റെ വലത്തും ഇടതും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം കിട്ടി. പിന്നീട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ജിയോ ആയിട്ട് ഇറങ്ങിയത്. 16 മണിക്കൂർ വർക്ക് ടൈമിൽ റിലാക്സേഷൻ ഗവൺമെൻറ് ഉത്തരവായിട്ട് ഇറങ്ങി. അത് പക്ഷേ ഹൈക്കോടതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അത് ദിവസം 45 മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞൊരു ഉത്തരവാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ട്രെയിൻ മിസ്സായാൽ ഞാൻ 1.25 മണിക്കൂർ വൈകിയാണ് കോടതിയിലെത്തുക. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് അനുവദിച്ച റിലാക്സേഷൻ എനിക്ക് ഒട്ടും ഉപകരിക്കില്ലായിരുന്നു. കാരണം 45 മിനിറ്റിലധികമാകുമായിരുന്നു ഞാൻ ലേറ്റായിട്ട് എത്തുന്നത്. അതിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ കോടതിയിൽ ഇട്ടിരുന്നു. അതങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 2 മാസം ആകുന്നതിന് മുമ്പ് ഈ പഴയ ഞാൻ കൊടുത്തിരുന്ന ആപ്ലിക്കേഷനിൽ എനിക്കൊരു ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. ഗ്രിവൻസ് കമ്മിറ്റി ഹിയറിംഗ് ആണ്. 3 ജഡ്ജസിൻ്റെ പാനലാണ്. പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ നിരന്തരം ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുക, ട്രെയിനിലായിരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആരാധന കൂടുന്നത് പതിവാണ്. അങ്ങനെ ഞാനിങ്ങനെ ഹിയറിങ്ങിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും ഞാൻ ആരാധന കൂടുകയായിരുന്നു. അപ്പോൾ ആരാധന കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് നിയോഗങ്ങൾ പറയൂ എന്ന് പറയുന്ന ഭാഗത്ത് ആയപ്പോഴേക്കും എന്നെ അകത്തുനിന്ന് വിളിപ്പിച്ചു ഹിയറിങ്ങിന് വേണ്ടി. എൻ്റെ ഭാഗം പറയാൻ വേണ്ടി എന്നെ 3 ജഡ്ജസിൻ്റെ മുൻപിലേക്ക് ഞാൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, പകരം എല്ലാം നടത്തിച്ച് തരുമായിരുന്നു. ജഡ്ജസ് അങ്ങോട്ട് പറയുമായിരുന്നു, ഇത് കുട്ടിയുടെ റൈറ്റാണ്, എൻ്റെ പോലും അല്ല, അതെൻ്റെ മകൻ്റെ റൈറ്റാണ്. ഈ പറഞ്ഞ 16 മണിക്കൂറത്തെ ഒരു സാവകാശം എങ്ങനെയെങ്കിലും, ഒരു മാസം എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളത് എൻ്റെ കുട്ടിയുടെ അവകാശമാണ് എന്ന് പറയുകയും, കൂടാതെ അതിലുപരി അപ്പോൾ ഞാൻ ഈ നിയോഗ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചത്, മാതാവേ എനിക്ക് എന്താ വേണ്ടതെന്ന് എന്നെക്കാൾ ഉപരി മാതാവേ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തന്നാൽ മതി എന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നു. അവിടെ ചെന്ന് അകത്ത് കയറി ജഡ്ജസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ നടന്നത് മുഴുവൻ അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു. ഞാൻ ചോദിച്ചതിലുപരി ഞാൻ മനസ്സിൽ ഓർക്കാത്തത് കൂടി ദൈവം എനിക്ക് അവിടെ നിവർത്തിച്ചു തന്നു. അവിടെ ജഡ്ജ് എന്നോട് ചോദിക്കുകയായിരുന്നു, കുട്ടിയുടെ ജോലി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കോവിഡ് സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്, നന്നായി ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രജിസ്ട്രിയോട് ഇതിൻ്റെ ഫീസിബിലിറ്റി എനിക്കിങ്ങനെ ചെയ്യാമോ, ജോലി ചെയ്യാമോ എന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പറയുകയും അങ്ങനെ അതിന്മേൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെ 2 തവണകളായിട്ട് എനിക്ക് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. 4 മാസത്തേക്കുള്ള പീരീഡിൽ. ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ 3ാമത്തെ തവണ ഈ ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഒരു പോളിസി ഹൈക്കോടതിയിൽ നിലവിലില്ല. വർക്ക് ഫ്രം ഹോം കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു പോളിസി തന്നെ ഇല്ലാത്ത പോളിസിയിലാണ് മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഈ വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി എന്നൊരു സംവിധാനം എനിക്ക് നേടിത്തന്നത്. ഞാൻ ഇത്രയും ദിവസവും ഞാൻ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ സ്വന്തം കാര്യങ്ങൾ ഡേ ടു ഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് എൻ്റെ ഏറ്റവും അത്യാവശ്യം. എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴാണ് ഞാൻ പോളിസി പോലും ഇല്ലാതെയാണ് എനിക്കിതൊക്കെ മാതാവ് അനുവദിച്ച്, ഈശോ വഴി അനുവദിച്ച് തന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. നിരന്തരം പിന്നീട് ഇനി ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷവും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും കുഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് മാതാവിനോട് അനുഗ്രഹം മേടിച്ച് നെറ്റിയിൽ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കുഞ്ഞിനെ ഇറക്കുന്നത്. എൻ്റെ മോൻ നല്ലൊരു ഭക്തനാണ്, എപ്പോഴും പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങുള്ളൂ ഇതുപോലെ. ഇനി ഞാൻ എൻ്റെ അടുത്ത അനുഭവം ഞാൻ പറഞ്ഞോളട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീനിയോറിറ്റിയിൽ വിഷയത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എതിർകക്ഷിക്ക് നീതി നിഷേധിച്ചോ എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ദൈവകൃപയാണെന്നുള്ള ആൻസർ കിട്ടി. അവളെയും സമാധാനപ്പെടുത്തണം, എനിക്കും ആശ്വാസകരമായി ഒരു കേസ് സെറ്റിൽ ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് അതിലിടപെട്ടു. ആ കുട്ടിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി. ഇപ്പോൾ ആ കുട്ടി സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ കേസിലെ എതിർകക്ഷി. ഞാൻ അതും കൊണ്ടും സന്തോഷവതിയാണ്. മാതാവ് രമ്യമായി അത് കൈകാര്യം ചെയ്തു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും അടുത്തായിട്ട് എനിക്ക് ഒരു വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് ഇടപെട്ട് ഈശോയിൽ നിന്ന് ലഭിച്ചു. അതെൻ്റെ മമ്മിയെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി മമ്മി സ്ട്രോക്ക് വന്ന് തീരെ തളർന്നു പോയി. വയ്യാത്തൊരു കുഞ്ഞുണ്ട്. എന്നെ സംബന്ധിച്ച് സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെ സമയമായിരുന്നു. തീരെ വയ്യ, എടുത്തുകൊണ്ട് നടക്കണം, ആരുമില്ല സഹായത്തിന്. ആശുപത്രിയിലൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് സഹനങ്ങൾ പോരാഞ്ഞിട്ടാണോ, ഈശോയെ സഹനങ്ങൾ പോരാഞ്ഞിട്ടാണോ, എനിക്കിത് എങ്ങനെ? ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മമ്മിയാണ് ഒരു 3 മാസമെങ്കിലും എടുക്കും മമ്മി എഴുന്നേറ്റ് നടക്കാൻ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നും വിശ്വാസപ്രമാണം ചൊല്ലുകയും തൈലം നെറ്റിയിൽ പൂശുകയും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മമ്മിക്ക് എന്നും കിട്ടിയിരുന്നു. കാശ് രൂപം മമ്മിയുടെ തലങ്ങണിയുടെ അടിയിൽ വെച്ചിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് 3 ആഴ്ച കൊണ്ട് മമ്മി എണീറ്റ് നടന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ
കോടതിയിൽ പോകുന്ന സമയത്തൊക്കെയും പൊതിച്ചോറുകൾ ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ശേഷം ഞാൻ ചികിത്സാ സഹായങ്ങൾ ബാങ്കിലിട്ട് പൈസയായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നീട് ലീഗൽ കൗൺസിലറായിട്ടൊക്കെ ഞാൻ വ്യാപരിച്ചിട്ടുണ്ട്. സങ്കടപ്പെടുന്നവർക്ക് ലീഗലായിട്ട് സഹായം വേണ്ടവർക്ക്, വീടുകളിൽ ഡൊമസ്റ്റിക് വയലൻസിലെ ആളുകൾക്ക് ഒക്കെ ഞാൻ സംസാരിച്ച് രമ്യതപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. കരയുന്നവരെ ആശ്വസിപ്പിക്കുക ചെയ്യുമായിരുന്നു. പത്രം കൈ കിട്ടിയാൽ തിരിച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന വഴിക്കുമൊക്കെ ഈശോയെപ്പറ്റി ആളുകളോട് പറഞ്ഞ്, മാതാവിനെക്കുറിച്ച് പറഞ്ഞ്, കൃപാസനത്തിൽ വരാൻ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആനറ്റ് സിൽവിയ അരൂജ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച വലിയ ജീവിതാനുഭവങ്ങളെ നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി 3 കാര്യങ്ങളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തേത്, മകളുടെ ജോലിയിലുണ്ടായ ഒരു പ്രയാസം. അത് മെറിറ്റിലുള്ള ഒരാൾ നിൽക്കുമ്പോൾ സംവരണത്തിലുള്ള ഒരാളെ നിയമിച്ചതിലൂടെ അവിടെ സീനിയോറിറ്റി വിഷയത്തിലുണ്ടായ ഒരു കേസ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രത്യേകത, ആ ജോലി കിട്ടാത്ത വ്യക്തിയെപ്പോലെ തന്നെ ജോലി എടുത്തുകൊണ്ടിരുന്ന അനറ്റ് വളരെ ഹൃദയം നൊന്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ നമുക്കത് ആ വ്യക്തിയോട് ദേഷ്യവും വെറുപ്പുമായിരിക്കും, നമ്മുടെ ജീവിതത്തെ അവരേത് തരത്തിലാണ് ഇടപെടുക എന്നോർത്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളവരെ പരിഗണിക്കത്തേയില്ല, നമ്മൾ ശത്രുതയോടെ കാണുകയോ അവരെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുകയോ ചെയ്യും. സഹോദരി 2-3 തവണ പറയുന്നുണ്ട്, ആ കൂട്ടുകാരിയുടെ സങ്കടം മാറുന്നതിന്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അമ്മ മാതാവ് വഴികൾ തുറക്കുന്നതും അത്ഭുതകരമെന്ന് നമുക്കറിയാം. സെക്രട്ടേറിയറ്റിൽ ജോലി കൊടുത്തുകൊണ്ട് 2 പേർക്കും പരാതികളില്ലാതെ സമാധാനമാകും വിധം പ്രശ്നം പരിഹരിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് മകൾ പറയുന്നത്, മോളുടെ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ്. 16 മണിക്കൂർ റിലാക്സേഷൻ 1 മാസം സർക്കാർ ഓഫീസുകൾക്ക് കൊടുത്തതിനെയാണ് മകൾ ഇവിടെ സൂചിപ്പിച്ചത്. അത് ഹൈക്കോടതിയിൽ നടപ്പിലാക്കിയപ്പോൾ 1 ദിവസം 45 മിനിറ്റിൻ്റെ റിലാക്സേഷൻ ആകാം എന്ന രീതിയിൽ അല്പം കൂടി പരിഷ്കരിച്ചും ഭേദഗതി വരുത്തിയും നടപ്പിലാക്കി. എന്നാൽ മകളുടെ കുഞ്ഞ് ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് അതിനെ നോക്കുവാനോ തുരക്കുവാനോ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകണം, തിരികെ വൈകി മാത്രമേ എത്തുകയുള്ളൂ. ഒരു ട്രെയിൻ അല്പമൊന്ന് വൈകിയാൽ ഇവിടെ എത്തുമ്പോൾ അര ദിവസം ലീവാകും. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കൂടുതൽ ഭാരപ്പെടുത്തിയതല്ലാതെ യാതൊരു പ്രയോജനവും ജീവിതത്തിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഗ്രീവൻസ് കൊടുക്കുവാൻ തീരുമാനിക്കുകയും ആ ഗ്രീവൻസ് കമ്മിറ്റിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യുക. എത്ര സുന്ദരമായിട്ടാണ് മകൾ ആ ജീവിതാനുഭവത്തെ പങ്കുവയ്ക്കുന്നത്. തുടർച്ചയായി ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ സഹനത്തിൻ്റെ തോരാത്ത ജീവിതത്തിൽ എനിക്കൊരാശ്വാസമായ അമ്മ മാത്രമേ ഉള്ളൂ, സഹായിക്കണമെന്ന് നിർബന്ധപൂർവം അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മ തന്നെ വഴി കണ്ടെത്തണമെന്ന് നിരന്തരം അമ്മയോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ട് ആ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക, ധ്യാനത്തിൻ്റെ അവസരത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയെന്ന് അച്ഛൻ ആ ധ്യാനാവസരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ ധ്യാനത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായി അൾത്താരയിൽ പറയുമ്പോൾ കോടതിയുടെ അകത്ത് മകനുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കുവാനായി അകത്തേക്ക് വിളിക്കുന്നു. അതാണ് നിയോഗം. ആ നിയോഗം ആ ടൈമിങ്ങിൽ തന്നെ അമ്മ മാതാവ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. മകൾ പറയുന്നുണ്ട്, മകൾ ചെന്നത് 16 മണിക്കൂറിൻ്റെ റിലാക്സേഷന് വേണ്ടിയാണ്. മകളോട് പറയുന്നത്, നിനക്ക് വർക്ക് അറ്റ് ഹോം അത് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ എന്ന്. അത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനുള്ള കോവിഡ് കാലത്തെ പ്രൊവിഷൻ
അത് അന്വേഷിക്കുകയും 2 തവണയായി മകൾക്കത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. 3ാമത് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴാണ് മകൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു പോളിസി കോടതി എടുത്തിട്ടില്ല, ഹൈക്കോടതിയിൽ ആ നയമേ ഇല്ല. എങ്കിലും അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടലും സാന്നിധ്യവും സംരക്ഷണവും ഇല്ലാത്ത നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ പ്രാഥമിക ആവശ്യങ്ങൾ, അവൻ്റെ അനുദിന ആവശ്യങ്ങൾ ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇത്തിരി ദിവസം എനിക്ക് കിട്ടും വിധം എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തരുന്നു. നോക്കുക, എത്ര വേറിട്ട വഴികളിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ അമ്മ മാതാവ് പദ്ധതികളെ ഒരുക്കി തരുന്നുവെന്ന്. 3ാമത്തത്, സഹോദരിയുടെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലായ അവസരത്തെയാണ് സൂചിപ്പിച്ചത്. 3 മാസത്തിലൂടെ തളർന്നു കിടക്കുമെന്ന് ഡോക്ടർമാർ പറയുകയും കുഞ്ഞിനോടൊപ്പം അമ്മയെ കൂടി നോക്കുന്നത് ഏറെ ജീവിതത്തിൻ്റെ ക്ലേശകരമായി തീരുമെന്ന അവസരത്തിൽ ഉടമ്പടിയുടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ പൂർണ്ണമായി അമ്മയെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ 3 ആഴ്ച കൊണ്ട് രോഗത്തിൻ്റെ വലിയ ക്ലേശങ്ങളൊക്കെ ഒഴിവായി നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആരോഗ്യം കിട്ടി അമ്മ സൗഖ്യം പ്രാപിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അമ്മ മാതാവ് തൻ്റെ ആ അങ്കിക്കുള്ളിൽ സുന്ദരമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതും തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് പ്രയാസങ്ങളെ പരിഹരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രത്യാശ പകരുന്നതുമാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്ന ഉറപ്പും അവകാശവുമാണ്. ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും, നമ്മളെ കൈവിടാതെ കാത്തുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റോയ്, വൈഫ് ദീപ, മക്കൾ സാവിയോ ആൻഡ് സാൽവിൻ. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടക്കരയിൽ നിന്നാണ് വരുന്നത്, തലശ്ശേരി അതിരൂപത. ഞങ്ങൾ 6 വർഷമായിട്ട് ജോർദാനിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യക്ക് പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു 18 വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജോർദാനിൽ 250 വർക്കേഴ്സിനെ കൊണ്ട്, എനിക്ക് ഗാർമെൻറ്റ് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഇപ്പോൾ നമ്മൾ ഗാർമെൻറ്റ്സ് തയ്ച്ച് USA കയറ്റി അയക്കുന്ന ബിസിനസ്സാണ്. ഒത്തിരി വർഷം ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ സ്വന്തമായൊരു കമ്പനി തുടങ്ങി. ഒത്തിരി വർഷം വർക്കറായിട്ട് ജോലി ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു കമ്പനി തുടങ്ങിയപ്പോൾ ഉണ്ടായ ആ പ്രഷർ അത് താങ്ങാൻ പറ്റാത്തതായിരുന്നു. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറക്കമില്ലാതെ ആൾക്കാർ ഉറക്ക ഗുളികൾ കഴിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും കഴിക്കണമെന്ന് തോന്നിപ്പോയി. രാത്രിയുള്ള ഉറക്കമില്ല. ആ സമയത്താണ് ഞങ്ങൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പം വൈഫ് സഡനായിട്ട് എഴുന്നേറ്റോട് ചോദിച്ചു, എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, ഉറക്കമില്ല. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി മുകളിൽ നിങ്ങൾക്ക് ഉറക്കത്തിന് പ്രോബ്ലം ഉണ്ടാവില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഉറക്കത്തിനൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനയാൽ ഒരു പ്രശ്നവും കൂടാതെ കമ്പനി നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു സമയത്ത് ഒരു 3 കണ്ടെയ്നർ ഗുഡ്സ് നമ്മുടേത് സ്റ്റോപ്പ് ആവുകയാണ് ഒരു കസ്റ്റംസ് പ്രോബ്ലം കൊണ്ട്. അത് കമ്പനിയിലൊരു എംപ്ലോയിയുടെ ഒരു ഇഷ്യൂ ആയിരുന്നു. അവർ അതിൻ്റെ കാൽക്കുലേഷൻ റോങ് ആയി ചെയ്തു. കസ്റ്റംസ് അത് കടത്തിവിടുന്നില്ല. ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകണം കണ്ടെയ്നർ. ഇസ്രായേൽ പോർട്ടിൽ കൂടെയാണ് USA പോവുക. ആലോചിച്ചിട്ട് ഒരു കാര്യസാധ്യവും നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പല ആൾക്കാരോട് അന്വേഷിച്ചു, എങ്ങനെ പോവും? എല്ലാവരും പറഞ്ഞില്ല, ഇത് പോവില്ല. ആ കണ്ടെയ്നർ പോയില്ലെങ്കിൽ, 3 കണ്ടെയ്നർ പോയില്ലെങ്കിൽ ബയർ പറയും അതിനെ എയറിൽ അയക്കുക. എയറിൽ അയക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അതിൻ്റെ കോസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല, ആലോചിക്കാൻ പറ്റില്ല. ഞങ്ങൾ പലരോടും ചോദിച്ചു. ഒരു 3 കോടി രൂപയുടെ വരെ അതിന് ചിലവ് വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. വൈഫ് മുട്ടിപ്പായി പ്രാർത്ഥന തുടങ്ങി. എല്ലാവരോടും വീട്ടിൽ വിളിച്ച് പറഞ്ഞു,
കുടുംബം മുഴുവനും കൃപാസനത്തിൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു. വൈഫ് നേർച്ച നേർന്നു, ഈ കാര്യം നടക്കുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഒരു സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രത്യേകം നേർന്നു. 24 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ വെസൽ പോകാനായിട്ട്. ജോർദാനിൽ നിന്ന് 400 കിലോമീറ്റർ ഈ ട്രക്ക് പോയി ഇസ്രായേൽ പോർട്ടിൽ ചെന്ന് ഈ കണ്ടെയ്നർ കയറി പോകണം. അത്ഭുതമെന്ന് പറയാം, ഇസ്രായേലിൽ നിന്നുള്ള ഒരു പോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയുടെ നമ്പർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സപ്ലയർ വഴി കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം ആരും കേട്ടിട്ടില്ല. ആ ലേഡിയെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കൃത്യമായി ചോദിച്ചു, അവരോട് റിക്വസ്റ്റ് ചെയ്തു. അവർ 2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് നീട്ടി തന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 18-ാം തീയതി, ജൂലൈ 18-ാം തീയതി രാവിലെ പോകേണ്ട വെസലിലുള്ള സാധനം 17-ാം തീയതി രാത്രി ഞങ്ങൾ ലോഡുകയുണ്ടായി. ഇത് മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമായി എനിക്ക് പേഴ്സണലായി അറിയാവുന്ന കാര്യമാണ്. ഇതൊരു വലിയ അത്ഭുതമാണ്. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് എൻ്റെ കമ്പനി ഉണ്ടാവുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മറ്റ് കാര്യങ്ങൾ എനിക്ക് വിട്ടുമാറാത്ത തലവേദന ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറി. ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ എല്ലാവരോടും സംസാരിച്ചിരുന്നു. എനിക്കിപ്പോൾ ഉറക്കത്തിന് യാതൊരു കുഴപ്പമില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കൃപാസന മാതാവ് തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അവിടെയാണ് പഠിക്കുന്നത്. സാവിയോ, മൂത്ത മകൻ സാവിയോ, അവന് അവിടെ കൂടുതലും അറബിക് സ്റ്റുഡൻസാണ് കൂടുതലുള്ളത്. അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ല. എല്ലാവരുമായിട്ടും വളരെ കോപ്പറേറ്റീവായിട്ട് പോകുന്നു. അതുപോലെ സാൽബിൻ, ചെറിയ അനുഭവങ്ങളാണെങ്കിൽ പോലും ചെറിയൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു മോന്. ഒരു ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ നടക്കുകയാണ് അവിടെ. അപ്പം വൈഫ് പറഞ്ഞു, നീ പോയി കളിച്ചോ. അവൻ ഒരു ഗെയിം പോലും തോക്കാതെ അവൻ ആ ചാമ്പ്യൻഷിപ്പിൽ വിന്നറാകുകയുണ്ടായി. അതൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. ചില ദിവസങ്ങളിൽ രാത്രി കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് സന്ധ്യപ്രാർത്ഥന കൃപാസനത്തിൽ വരുന്നതിന് മുമ്പും കൃപാസനത്തിൽ വന്നതിന് ശേഷവും സന്ധ്യപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ലാത്തൊരു കുടുംബമാണ്. സ്ഥിരമായിട്ട് സന്ധ്യപ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വൈഫ് എന്നേക്കാൾ ഉപരി ഞാൻ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. പക്ഷേ ഒരു ദിവസം 10 കൊന്ത ചെല്ലുന്ന ആളാണ് വൈഫ്. അപ്പം വൈഫ് ചില ദിവസം കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ടെന്ന് പറയുന്നു. ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ പെട്ടെന്ന് കാതിലൊരു സൗണ്ട്, അതായത് ഒരു ഈച്ച പറക്കുന്നതായിട്ടാണ് പുള്ളിക്കാരിക്ക് അനുഭവപ്പെടുക. അത് ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരി ഞെട്ടി എഴുന്നേൽക്കുകയും ഒന്നും കാണാറില്ല. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അനുഭവം ഉണ്ടാകാറുണ്ട്. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവൃത്തികൾ, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആകെയുള്ളൊരു ഇന്ത്യൻ കുടുംബം ഫാമിലിയായിട്ട് ചർച്ചിൽ വരുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ കുടുംബം, അവർ ഹിന്ദു കുടുംബമാണ്. പുള്ളി ഇതുപോലെ തന്നെ വേറൊരു കമ്പനി നടത്തുന്നൊരു ബിസിനസ്സുകാരനാണ്. പുള്ളിക്ക് ഒരുപാട് പ്രഷറുകളും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ മാതാവിനെക്കുറിച്ച് പറയുകയുണ്ടായി. പുള്ളിയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് അറിയിച്ചിരുന്നു. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അയാൾ കൂടെ എന്നോട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ പുള്ളിയുടെ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം. ക്രിസ്ത്യൻസ് അല്ല അവർ, എന്നാൽ പോലും മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സഹായിക്കുക എന്നുള്ളത്, നമ്മൾക്ക് അവിടെ വലിയ കാര്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഇവിടുത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ നാട്ടിൽ നിന്ന് എല്ലാ മാസവും 1-2 പേരെ സഹായിക്കാനുള്ള കോളുകളുണ്ടാവും. അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികളെ സഹായിക്കാനുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പൈസ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ അവിടെ പള്ളിയിൽ ഒരു ഈജിപ്ഷ്യൻ ആൾ എല്ലാ ദിവസവും വരാറുണ്ട്. അയാൾ ഞങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും അവിടെ നിൽക്കാറുണ്ട്. അയാൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ പ്രേയറിന് ശേഷം, പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട്. അതുപോലെ തന്നെ പള്ളിയിലെ കുർബാനയിലും കാര്യങ്ങളും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നിടത്തോളം ദിവസം, അതായത് ഒരാഴ്ചയിൽ ഒരു 4 ദിവസം 5 ദിവസമെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അറബിക് കുർബാനയാണ്. ശനിയാഴ്ച മാത്രമേ ഇംഗ്ലീഷ് കുർബാന ഉള്ളൂ അവിടെ. പിള്ളേർ 2 പേരും ഇംഗ്ലീഷ് കുർബാനയിൽ കൊയറിലെ അംഗങ്ങളാണ്, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ
പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരോട് പറയാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ കണ്ടെയ്നർ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഒരു അടയാളം ചോദിച്ചിരുന്നു. മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു അടയാളം തരണേ എന്ന്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം നോക്കി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ സൈഡിലൊരു മൊബൈലിൽ സമയം ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നതാണ്. സാധാരണ ഇപ്പോഴും അത് ഗോൾഡൻ കളറിലാണ് കാണുന്നത്. ഞാൻ അടയാളം ചോദിച്ച ആ സമയത്ത് ആ സമയം മുഴുവൻ ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചു. അതാണ് മാതാവ് കണ്ടെയ്നറിൻ്റെ ആ ഇഷ്യൂവിൽ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതിന് മാതാവ് ഞങ്ങൾക്ക് തന്ന അടയാളം. ഉടമ്പടി വസ്തുക്കളും എല്ലാ നേർച്ച വസ്തുക്കളും ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കൈ ഒരു പ്രാവശ്യം പൊള്ളിയപ്പോൾ അത് മുളയ്ക്കാതെ അത് പെട്ടെന്ന് തന്നെ ഒരു വേദന ഇല്ലാണ്ട് സുഖമായി. മക്കൾ എവിടെ എന്തിനു പോയാലും എക്സാമിനാണെങ്കിലും എപ്പോഴാണെങ്കിലും അവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. 10ൽ പഠിച്ചപ്പോൾ എൻ്റെ മോന് 10ാം ക്ലാസ് തുടങ്ങി അന്ന് മുതൽ ഇപ്പോൾ 11ലാണ് പഠിക്കുന്നത്. അവൻ എല്ലാ ദിവസവും പേഴ്സണലായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. മാതാവ് ഈശോയിലൂടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. സങ്കീർത്തനം 34:17-18 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. റോയി എന്ന ഈ സഹോദരനും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ പറയുന്നുണ്ട്, ജോർദാനിൽ 300 പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ US-ലേക്കുള്ള ഒരു കണ്ടെയ്നർ 3 കണ്ടെയ്നർ കൺസൈൻമെൻറ്റ് സമയത്ത് പോകാതെ വന്നതിൻ്റെ ഒരു പ്രയാസം, അതൊരു തരത്തിലും പോകുവാനായിട്ട് സാധ്യതയൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ശരണപ്പെട്ട് കണ്ണീരോടെ ആ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെ പരിചയത്തിൽ ലഭിക്കുവാനും ഫോണിലൂടെ മാത്രം പരിചയത്തിൽ ലഭിക്കുവാനും അവരോട് സംസാരിച്ചുകൊണ്ട് ഓരോ 2 മണിക്കൂറിലും വിളിച്ച് ആ കണ്ടെയ്നർ ഷിപ്പിൻ്റെ അകത്ത് കയറും വിധം അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി സഹായിച്ചു. അത് മറ്റെല്ലാവർക്കും അത്ഭുതപ്പെടുത്തുമാറ് ഏതാണ്ട് 3 കോടിയോ അതിനപ്പുറമോ ലോസ് വരേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആ ബിസിനസ്സിനെയും കുടുംബത്തെയും വളരെ വലിയ രീതിയിൽ അമ്മ മാതാവ് സംരക്ഷിച്ച് അനുഗ്രഹിച്ചതിനെയാണ് കുടുംബം ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള മറ്റോരോരുത്തരുടെ ഓരോ മേഖലകളിലും, പഠന മേഖലകളിൽ, പ്രാർത്ഥനാ മേഖലകളിൽ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒക്കെയും എന്താണോ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ആ ഓരോ നിയോഗത്തിനു മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി കൊടുക്കുന്നു. അമ്മ മാതാവിൻ്റെ സംരക്ഷണം നൽകി ശാന്തതയിലേക്ക് സുരക്ഷിതമായി കഷ്ടാനുഭവങ്ങളിൽ നിന്ന് കരകയറ്റി ജീവിതത്തെ സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കുന്നു. സഹോദരൻ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിസിനസ് തുടങ്ങിയ നാളുകളിൽ ഉറക്കമില്ലായിരുന്നു. അതുപോലെ വർഷങ്ങളായി അനുഭവിക്കുന്ന തുടർച്ചയായ തലവേദനയുണ്ടായിരുന്നു. 2 കാര്യവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായി മാറുകയും വളരെ ശാന്തതയോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ബിസിനസ്സും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നുവെന്ന്. അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ആ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കുന്നതിന്, കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മയിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നതിന് ഒക്കെ കുടുംബം കാണിക്കുന്ന ശ്രമങ്ങളെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നാം ഓരോരുത്തരും പങ്കുചേരുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ നമുക്ക് സാധ്യമാക്കി തരുന്നു. സങ്കടങ്ങളൊക്കെയും അമ്മ മാതാവ് മാറ്റി കൂടുതൽ പ്രതീക്ഷയിലേക്കും സമാധാനത്തിലേക്കും ജീവിതത്തെ നയിക്കുന്നു. നാം എന്താണോ ആഗ്രഹിച്ചുകൊണ്ട് നീതിപൂർവം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക,
നമുക്ക് അനുഗ്രഹമാകും വിധം അമ്മ നമുക്കത് നന്മയ്ക്കായി എപ്പോഴും ഒരുക്കി തരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഒരു കുടുംബം ഒരുമിച്ച് അമ്മയുടെ അൾത്താരയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം പോലും ആത്മീയ വളർച്ചയും പരസ്പരമുള്ള ദൈവസ്നേഹത്തിൻ്റെ അടയാളവും ദൈവത്തിനു മുമ്പിൽ എത്ര കണ്ട് എളിമപ്പെട്ട് ജീവിക്കുവാൻ കുടുംബം നടത്തുന്ന നല്ല പ്രയത്നങ്ങളുടെ സാക്ഷ്യവുമാണിത്. നമ്മുടെ കുടുംബങ്ങളും ഇതുപോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് അയന. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നഴ്സാണ്. ഞാൻ 4 കൊല്ലമായിട്ട് എൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പലതും എനിക്ക് കിട്ടുകയും പലത് കിട്ടിയിട്ട് നഷ്ടപ്പെടുകയും ചിലത് കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2023 സെപ്റ്റംബർ 1 തീയതി കൃപാസനത്തിൽ എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്ത് വഴി ആണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടിയിലെ കാര്യങ്ങളൊന്നും കൃത്യമായി ഞാൻ പാലിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമത്തെ പുതുക്കലിന് ശേഷമാണ് എൻ്റെ ഉടമ്പടി സ്ട്രോങ് ആയത്. അതുവരെ കൃത്യമായി ഒന്നും പാലിച്ചിരുന്നില്ല. ഉടമ്പടി പുതുക്കിയത് ഒക്ടോബർ മാസമാണ്. അത് കഴിഞ്ഞ് 2024 ജൂൺ 9 തീയതി ഞാൻ ആദ്യമായിട്ട് ഖത്തർ എന്ന രാജ്യത്തേക്കുള്ള എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. എക്സാമിന് 10 ഡേയ്സാണ് ക്ലാസ്. 11ാമത്തെ ദിവസമാണ് എക്സാം എഴുതുന്നത്. അതേ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടുകയും ചെയ്തു. ഇൻ്റർവ്യൂ കിട്ടിയതിന് ശേഷമാണ് ക്രാഷ് കോഴ്സ് കൂടണമെന്ന് എൻ്റെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. അങ്ങനെ നേരെ തിരുവല്ലയിലുള്ള ഓയിസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പോയി ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അതിന് അറ്റൻഡ് ചെയ്ത് 11ാമത്തെ ദിവസം എക്സാം എഴുതി എനിക്ക് കിട്ടിയുണ്ടായി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. ആദ്യമേ തൊട്ടേ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പം പണം എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഭയങ്കര വിഷമത്തിലാണ്, എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഏത് സമയത്തും ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഉടനെ ഞാൻ മാതാവിൻ്റെ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഈ സുഹൃത്ത് എന്നോട് ചോദിച്ചു എന്താണ് വിഷമം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 1.25 ലക്ഷം രൂപയായിരുന്നു ആദ്യം വേണ്ടത്. ഈ സുഹൃത്തിനോട് ഞാനിന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. രാവിലെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്, വൈകുന്നേരം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് നല്ലൊരു മറുപടി വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരമായിട്ടും എന്നെ അറിയിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ നിന്ന് പണം കൊടുക്കണ്ട എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ അമ്മ സംസാരിച്ചു, എന്തെങ്കിലും അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടാണോ അവരങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അതൊന്നും അല്ലായിരുന്നു, കാരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും സുഹൃത്തിനോട് പറഞ്ഞു വിഷമിക്കരുത്, ഞാൻ വൈകുന്നേരം, അന്ന് പിറ്റേ ദിവസം രാവിലെയാണിത് പറയുന്നത്, അന്ന് വൈകുന്നേരം കൂടി നീ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇതന്നെ പ്രാർത്ഥന കാശുരൂപം, ഉടമ്പടി കാശുരൂപം എപ്പോഴും ശരീരത്തിൽ അണിയുമായിരുന്നു. അത് എപ്പോഴും എന്ത് വിഷമമുണ്ടെങ്കിലും അതിലാണ് ഞാൻ അതിൽ ഇങ്ങനെ മാലയിൽ അണിഞ്ഞിട്ട് മാലയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ സമ്മതിച്ചു, പണം തരാമെന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ പണം മുഴുവനായി തന്നെ തന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്
ഒരു പേപ്പറിൻ്റെ ഇഷ്യൂവിൽ എനിക്ക് ആ ഖത്തർ എന്ന രാജ്യത്തോട്ട് പോകാനുള്ളത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ വിഷമിച്ചു, മാതാവ് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തുടരെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ വളരെ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കവേ ഇല്ലായിരുന്നു. 3:30 മണി വെളുപ്പിനെയൊക്കെ എണീറ്റിരുന്ന് കരയും. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുണ്ടായി, നമുക്ക് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ മാതാവിന് നമ്മളെപ്പറ്റി മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതൊന്നും മാതാവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കൊടുത്ത പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു, ഒന്നും തിരിച്ചു കിട്ടിയില്ല. വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേപോലെ പ്രാർത്ഥന മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ഏക ആശ്രയം. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതല്ലാതെ എപ്പോൾ വിഷമം തോന്നിയാലും മുട്ടുകുത്തിയെന്ന് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യം നോക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ കുവൈറ്റ് എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ 4 വർഷം മുമ്പ് സൗദി നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് ഖത്തർ നഷ്ടപ്പെട്ടു. ഇനി ഇത് എൻ്റെ അവസാനത്തെ ഇതാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞ് ഇതിലെങ്കിലും എനിക്ക് മാതാവ് എന്നെ കരകയറ്റണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുവൈറ്റിൻ്റെ എക്സാം എഴുതാൻ പോയി. അതും 10 ഡേയ്സ് ക്ലാസ്സും 11 ഡേയിൽ എക്സാമും ആയിരുന്നു. അപ്പോൾ എനിക്ക് എക്സാം ഫീസ് കൊടുക്കാനായിട്ട് ഇല്ല. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എക്സാം ഫീസ് തരാനില്ല. അപ്പോൾ സാറ് പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പണമില്ല, എക്സാം ഫീസ് മാത്രം ഉള്ളെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പണം തരണ്ട, എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി. അവിടെയും മാതാവിൻ്റെ ഇടപെടലുണ്ടായി. അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം എക്സാം എഴുതി. എക്സാമിന് പോകുമ്പോഴും ഞാൻ എക്സാം എഴുതാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. അത് ഞാൻ എപ്പോഴും എൻ്റെ മാലയിൽ കോർത്തും അല്ലാതെ എക്സാമിന് പോയപ്പോൾ എൻ്റെ കൊന്തയിൽ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഇടുകയും മാതാവിൻ്റെ ഒരു രൂപം കൈപ്പിടിച്ച് എൻ്റെ ബാഗിൽ പുസ്തകങ്ങൾക്ക് പകരം ഇതുപോലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെയായിരുന്നു. എക്സാമിന് പുറത്തിരിക്കുമ്പോൾ എല്ലാവരും പഠിക്കുമ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ഇയർഫോണിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പ്രാർത്ഥന പുസ്തകങ്ങൾ എൻ്റെ കഴുത്തിൽ അപ്പോൾ എല്ലാവരും എന്നോട് എന്നെ കളിയാക്കുന്നല്ലോ, എന്നാൽ ചെവിയിലും കൂടി നീ ഇടാനിങ്ങനെ എൻ്റെ അടുത്ത് തമാശപൂർവ്വം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് എക്സാമിന് കയറി. ആദ്യത്തെ എക്സാമിനേക്കാളും ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം. ഓരോ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ വരുമ്പോഴും അറിയില്ലാത്തതാണെങ്കിൽ കാശ് രൂപത്തെ ഒന്ന് പിടിച്ചിട്ട് എനിക്ക് അതാണ് ശരിയെന്ന് തോന്നുന്ന ആൻസർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയായിരുന്നു. അങ്ങനെ നല്ല ശതമാനം മാർക്കോടെ ആ എക്സാമും ഞാൻ പാസ്സായി, ആദ്യ അറ്റൻഡിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് പണം ഇതുപോലെ തന്നെ വീണ്ടും എനിക്ക് ഇഷ്യൂ ആയി. എൻ്റെ അമ്മയും അപ്പയും എല്ലാവരുടെ അടുത്തും പോയി ഇതുപോലെ മോക്ക് പോകാനാണ്, പൈസ തരുമോ എന്ന് ചോദിച്ച് കുറേ പേരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. അങ്ങനെ അത്ഭുതമെന്നോ എന്താണ് എനിക്ക് പറയേണ്ടതെന്നറിയില്ല. കുറേ വർഷം മുമ്പ് ഞാൻ ശ്രമിച്ചപ്പോൾ പോലും നടക്കാത്ത കാര്യങ്ങൾ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം പോയി ചോദിച്ച എല്ലാവരും തന്നെ പൈസ തരികയും കഴുത്തിൽ കിടക്കുന്ന മാല അപ്പം തന്നെ എൻ്റെ അപ്പയുടെ കയ്യിൽ ഊരി കൊടുത്തിട്ട് മോക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് എൻ്റെ അപ്പായെ പറഞ്ഞയക്കുകയായിരുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം പോലെ എല്ലാം എനിക്ക് വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ എൻ്റെ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ 14-ാം തീയതി ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ കുവൈറ്റിന് പോവാണ്. ഇത്രയും വർഷം ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് ചെയ്ത് ഇത്രയും സാമ്പത്തിക നഷ്ടത്തിനിടയിലും എനിക്ക് വീണ്ടും സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചു. പലരും അറിഞ്ഞു ഞാൻ പോയിട്ടില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പേര് കളിയാക്കുകയും കൃപാസനത്തിൽ പോകുന്നതിനെപ്പറ്റി പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. എൻ്റെ പള്ളിയിൽ മാത്രമല്ല പലയിടത്തും എന്നെ കൃപാസനം കൂട്ടി എന്നെ കളിയാക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും തന്നെ തിരിച്ചു പറയുകയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാം മാതാവ് തരുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ അവർക്ക് ആൻസർ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ മേഖല നേഴ്സിംഗ് ആയതുകൊണ്ട് ഞാൻ രോഗികളുടെ കൂടെ ഇരിക്കുകയും കൃപാസനത്തിലെ പത്രങ്ങൾ ഓൾറെഡി അവിടെ കൊണ്ടുപോവുകയും റൂമുകളിൽ കാണിക്കുകയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ വിഷമങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ കൃപാസനത്തെ പറ്റിയിട്ട് ഞാൻ അവർക്ക് അച്ഛൻ്റെ ഓരോ യൂട്യൂബിൽ വരുന്ന ഷോർട്സ് എല്ലാം അയച്ചു കൊടുത്ത്, വിവാഹ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്ത്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൃപാസനത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, അതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ ഞാൻ പറയുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങൾ തന്നെ സ്വയം പോയി, നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുമായിരുന്നു. പിന്നെ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട് ആദ്യം പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ഒരു മടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്ത് തീർത്തത്. പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ചെറിയൊരു ആശ്രമത്തിൽ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചാരിറ്റിയൊക്കെ നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ വരുമ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുമോയെന്ന് ചോദിച്ച് ഓരോന്ന് വരുമ്പോഴൊക്കെ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ എന്നിൽ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ ഒരു കൃപാസനത്തിൽ, ഈ ഒരു അൾത്താരയിൽ അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് എൻ്റെ വർഷങ്ങളോളമുള്ള എൻ്റെ കാത്തിരിപ്പ്. ആദ്യം ഒരു രാജ്യം, രണ്ടാമത്തെ രാജ്യം, മൂന്നാമത്തെ രാജ്യത്താണ് ഇപ്പോൾ ഞാൻ. ഈ 2 രാജ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിനേക്കാളും നല്ലൊരു ഓഫറാണ്, നല്ലൊരു സാലറി പാക്കേജാണ് എനിക്ക് ഈ കുവൈറ്റിൻ്റെ ഇതിൽ കിട്ടിയത്. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോഴും ഈ ആൾത്താരെ നിൽക്കാൻ മാതാവിനോടും ഉണ്ണീശോയോടും ഞാൻ ഒരുപാട് കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൽ തിരുവചനം അരുളി ചെയ്യുമ്പോൾ അയന ബിജു ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ മകൾ തന്നെ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ വ്യക്തമാണ്. തൻ്റെ എത്രാമത്തെ കൺട്രിയിലേക്കാണ് താൻ പോകുന്നത്. 2 രാജ്യങ്ങൾ തനിക്ക് നഷ്ടപ്പെടുകയാണ്. താൻ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ ഇരുന്ന 2 രാജ്യങ്ങൾ, ഇത് 3ാമത് ഇപ്പോൾ കുവൈറ്റിലേക്ക് പോകുന്നു. 4 വർഷത്തിലേറെയായി തൻ്റെ പരിശ്രമം, തനിക്ക് പുറത്തു പോകണം. പൈസ ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റുള്ളവർ കൂട്ടുകാരൊക്കെ തന്നെ സഹായിച്ച് പൈസ താൻ പേ ചെയ്തതുപോലെ തനിക്ക് നഷ്ടമായ അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മകളെ തിരുവചനം അരുളി ചെയ്തതുപോലെ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. പദ്ധതികൾ നമുക്ക് ഒത്തിരിയുണ്ട്, എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി അതാണ് പിന്നീട് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികൾക്കും അതിനോട് കൂടുതൽ എങ്ങനെയാണ് തങ്ങൾ തന്നെ താതാത്മ്യപ്പെടുക. അതുകൊണ്ട് തന്നെയല്ലേ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇതൊക്കെ ഇന്ന് അയന് തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിച്ചു. ആരെങ്കിലുമൊക്കെ തങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതുവരെയും നടന്നിട്ടില്ല, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്ഷമയോടെ നാം കാത്തിരിക്കുമ്പോഴാണ് കർഷകൻ വിത്ത് വിതച്ചിട്ട് കാത്തിരിക്കുന്ന കർഷകനെ നമുക്ക് തിരുവചനത്തിലൂടെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ പദ്ധതികളെല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം നാം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നാം മാറുമ്പോൾ അതും ഉടമ്പടിയിലൂടെ വരുന്ന മാറ്റം, തൻ്റെ ആദ്യത്തെ ഉടമ്പടി ഉഴപ്പിയതും അതൊന്നും അത്രയേറെ താൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. നമ്മൾ സീരിയസ് ആകുമ്പോൾ ദൈവം സിൻസിയറാകും, നമ്മൾ സിൻസിയർ ആകുമ്പോൾ ദൈവം സീരിയസ് ആകും. അതാണ് ഉടമ്പടി അനുഭവം നമ്മോട് പറയുക. ഇന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ മകൾ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾക്ക്, അതും ഉടമ്പടി എടുത്ത് താൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വീണ്ടും പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ
താൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടമ്പടി കാശുരൂപം മുറുകെ പിടിക്കും, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും, അമ്മയെ ഉറക്കെ വിളിക്കും, ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ അൾത്താരയിൽ കയറി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥന സഫലീകൃതമായതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ മകൾ അറിയിക്കുന്നത്. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തിന് സ്തുതി. അമ്മ മാതാവിലൂടെയും തിരുക്കുമാരനിലൂടെയും എനിക്ക് ലഭിച്ച, ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജെമിനി ജോസഫ്. ഞാൻ കോട്ടയം കൈപ്പുഴയിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് 18, 2023 ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞാനൊരു നേഴ്സാണ്. OET എക്സാം ഞാൻ 2 പ്രാവശ്യം എഴുതി. ഞാൻ പാസ്സായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി OET ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അത് ക്യാപ് കോഴ്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ന്യൂസിലൻഡിലായിരുന്നു. ഉടമ്പടി ഞാൻ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ക്യാപ് കോഴ്സ് പാസ്സാകാൻ സാധിക്കുകയും അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ ജിയ ജോർജ്. അവൾ 10ാം ക്ലാസ് ISC ബോർഡ് എക്സാമിന്, അവൾക്ക് ഹിന്ദി എക്സാമും ഇംഗ്ലീഷ് എക്സാമും നല്ല ടഫായിരുന്നു. അവൾക്ക് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ട്. അപ്പം ഞാൻ ഒത്തിരി എഴുതണ്ടല്ലോ എന്നോർത്ത് ഞാൻ നിയോഗം എഴുതിയത് അവൾക്ക് റാങ്ക് കിട്ടണമെന്നായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം നൽകുകയും ചെയ്തു. അവൾ അതും കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത്. അവൾക്ക് ഹിന്ദി എക്സാമിന് 100ൽ 99 മാർക്ക് കിട്ടുകയും ഇംഗ്ലീഷിന് 96% മാർക്ക് ലഭിക്കുകയും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ഞങ്ങൾ വൃത്തിയാക്കി അതിൽ മീൻ വളർത്താൻ തുടങ്ങി. അതൊരു കുറച്ച് മീനിനെ ഇട്ടു. ഒരു 2 മാസം ആയപ്പോഴത്തേക്കും വെള്ളമെല്ലാം ചീത്തയാകുകയും മീൻ ചത്തുപോകാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കുളത്തിന് ചുറ്റും നടന്ന് ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും ചെയ്തു. ഉടമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലി കുളത്തിന് ചുറ്റും നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വെള്ളം ക്ലിയർ ആകുകയും മീനുകൾക്കൊന്നും കുഴപ്പമില്ലാതെ ഒരു 8 മാസമായപ്പോൾ ഞങ്ങൾ മീൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മീൻ പിടിക്കാൻ ആൾക്കാർ വന്നു. അവർ പറഞ്ഞു ഒരുമിച്ച് പിടിക്കാൻ കുഴപ്പമില്ല, എല്ലാം വിറ്റ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മീൻ പിടിച്ചു. പക്ഷെ 3 സ്ഥലത്ത് കൊണ്ടുപോയി, കോട്ടയം ചന്ത, ഏറ്റുമാനൂർ, അങ്ങനെ വേറൊരു സ്ഥലത്തും കൂടെ കൊണ്ടുപോയി. എങ്ങും വിൽക്കാൻ പറ്റിയില്ല. അപ്പം കുറച്ച് സമയമായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് മീനെല്ലാം ചത്തുപോകും, തിരിച്ചു കൊണ്ട് നിടാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാനും മക്കളും കൂടെ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല. അതിന് മുന്നേ ഹസ്ബൻഡ് പറഞ്ഞു കുമരകത്തെ മീൻ കച്ചവടമായിട്ടുണ്ട്, അങ്ങ് പോവുക എന്ന്. അവിടെ പോയി നല്ല വിലയ്ക്ക് മീൻ വിൽക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം പൂശുകയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും രോഗമുള്ളിടത്ത് എപ്പോഴും പുരട്ടാറുണ്ട് എല്ലാവരും. പിന്നെ തേനും ഉപ്പും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്കൊരു 4 വർഷത്തോളമായി എൻ്റെ കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റീസെൻ്റായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലാകുകയും ഇപ്പോൾ ഞാനൊരു മെഡിസിനും കഴിക്കുന്നില്ല. എൻ്റെ പേര് ജിയ ജോർജ്. ഞാൻ കൈപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസന മാതാവ് നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എനിക്ക് 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് എല്ലാ വിഷയങ്ങളും അത്യാവശ്യം പാടായിരുന്നു. അമ്മ എനിക്ക് അതിനകത്ത് നല്ല മാർക്ക് നൽകി. അതിനകത്ത് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ജമിനി എന്ന ഈ സഹോദരിയും മകൾ ജിയയും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ സംരക്ഷണ അനുഭവങ്ങളെ ഈ അൾത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം പങ്കുവയ്ക്കുന്നത് സഹോദരിക്ക് വിദേശത്ത് പോകുവാനുള്ള OET എക്സാം പാസ്സായതും ക്യാപ് എക്സാം പാസ്സായതും വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടതിൻ്റെയും സാക്ഷ്യത്തെയാണ്. എന്നാൽ അവിടെ ഉണ്ടായ മറ്റ് ചില പ്രയാസങ്ങളാൽ ആ ജോലിയിൽ നിന്ന് തിരികെ പോരേണ്ടി വന്നുവെങ്കിലും ആ വിദേശത്തെത്തും വരെയുള്ള എല്ലാ പ്രോസസ്സും അമ്മ മാതാവ് മകൾക്ക് ക്രമീകരിച്ചു കൊടുത്ത് അത്ഭുതകരമായിട്ട് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ സുഗമമാക്കി വിദേശത്തെത്തുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിയതിന് നന്ദിപൂർവ്വം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഏറ്റുപറയുന്നു. ജിയ പറയുന്നത്, മകൾക്ക് CBSE 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ വളരെയേറെ ക്ലേശമായിരുന്നു. സാധാരണ ഒരു 70-72% മാർക്കിനപ്പുറത്തേക്ക് കയറാതെ
അതുവരെയും പഠിച്ചു വന്ന ഒരു മകളാണ്. മകൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപവും അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഒരു ചെറിയ കാശുരൂപം മകൾക്ക് കൈമാറുകയും ശൈത്യപൂശി പ്രാർത്ഥിക്കുകയും ചെയ്ത നാൾ മുതൽ നിരന്തരം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അതോടൊപ്പം ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മകളുടെ പഠന വിഷയങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയും അത്ഭുതകരമായിട്ട് ഹിന്ദിക്ക് 99% മാർക്കും അതോടൊപ്പം ഇംഗ്ലീഷിന് 96 മാർക്കും നൽകിക്കൊണ്ട് അമ്മ മാതാവ് മകളെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. ആ മകൾക്ക് അത് ഒട്ടും പ്രതീക്ഷയുള്ള ഒരു വിജയമോ മാർക്കോ ആയിരുന്നില്ല. അത്ര നാളും അങ്ങനെ ഒരു മാർക്ക് മകൾക്ക് കിട്ടിയിട്ടുമില്ല. അത് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയോടെ ലഭിച്ച പരിശുദ്ധമ്മയുടെ കൃപയും സംരക്ഷണവുമാണെന്ന് മകൾ ഏറ്റുപറയുന്നു. മറ്റൊന്ന് അവരുടെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചത്. അത് ഉപദേശം കേട്ട് മത്സ്യം മുഴുവനും പിടിച്ചെടുത്ത് വിൽക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് മാർക്കറ്റിൽ ആരും എടുക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. അധികം അത് മുന്നോട്ടത് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യവും അങ്ങനെ 2-3 പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ മത്സ്യവുമായി നന്നായി അലയുന്നുണ്ട്. അവിടെയൊക്കെയും അത് തിരസ്കരിക്കപ്പെടുന്നു. അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ മത്സ്യക്കുഞ്ഞ് വളരുമ്പോൾ പോലും അതെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ആ കുളത്തിന് ചുറ്റും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയാണ് ദമ്പതികൾ ഇരുവരും കൂടി ആ ഒരു മത്സ്യ കൃഷിയെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മയുടെ സംരക്ഷണയിൽ എല്ലാം നശിച്ചു പോകുമായിരുന്നത് വളർത്തി എടുത്തുവെന്ന് അവർ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അന്ന് പിടിച്ച് 100 കിലോയിലധികം മത്സ്യവുമായി ഇത് എവിടെ വിൽക്കും, ആരും വാങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് കുമരകത്ത് ഒരിടത്ത് എല്ലാം കൂടി എടുത്തോളാമെന്ന് പെട്ടെന്ന് അറിയുകയും അപ്രകാരം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് വേഗത്തിൽ ചിത്തയായി പോകുന്ന മത്സ്യത്തെ നിമിഷ നേരം കൊണ്ട് മുഴുവനായി വിറ്റെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതം ഏതൊരു പ്രതിസന്ധിയിൽ വന്ന് അകപ്പെടുമ്പോഴും നാം ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നു തന്നുകൊണ്ടിരിക്കും. നാം ഒരുപക്ഷെ ആലോചിക്കുന്ന വഴികളിലായിരിക്കില്ല അനുഗ്രഹമുണ്ടാവുക. എന്നാൽ അമ്മ നമുക്ക് വേണ്ടി സംരക്ഷണമുള്ള, കൂടുതൽ ഉപകാരമുള്ള, കൂടുതൽ നന്മയുള്ള വഴികളിലേക്ക് നീക്കി നിർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ഇന്ന് സഹോദരി നിൽക്കുമ്പോൾ ശരിക്കും ന്യൂസിലൻഡ് വരെ ജോലിക്ക് വേണ്ടി ചെന്ന, എന്നാൽ അവിടെ ജോലിയില്ലാതെ മടങ്ങി വന്ന സഹോദരിയാണ്. വീണ്ടും ജോലിക്ക് വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും അമ്മ മാതാവിനോട് പിണക്കമില്ല, അമ്മ മാതാവിനോട് സങ്കടമില്ല. മറിച്ച് പറയുന്ന വാക്കുകളിൽ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുക, മാതാവ് എങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കുന്നു, മാതാവ് എങ്ങനെ എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ സഹായിച്ചു, അവിടം വരെ എന്നെ എങ്ങനെ കൊണ്ടുചെന്നെത്തിച്ചു, അവിടെയുള്ള പരീക്ഷകൾ ഏറ്റവും പ്രയാസമുള്ളത് എങ്ങനെ നിസ്സാരമായി ജയിക്കുവാൻ ഭാരങ്ങൾ ലഘൂകരിച്ച് എന്നെ സഹായിച്ചു. അതാണ് പറയുവാനുള്ളത് മുഴുവനും. പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലേക്ക് വരുമ്പോൾ സഹനാനുഭവങ്ങളെപ്പോലും ദൈവാനുഭവങ്ങളാക്കി മാറ്റുവാൻ, കൃപയ്ക്കുള്ള കാരണങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജിയായും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്കൊരിക്കലും 99 മാർക്കോ 96 മാർക്കോ എൻ്റെ CBSE പരീക്ഷകളിൽ എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ല. എൻ്റെ ക്ലാസ് ടെസ്റ്റുകളിലും എൻ്റെ ഇൻ്റേണൽ മാർക്കുകളിലും ഒന്നും എനിക്ക് അത്രയും എക്സൽ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ അച്ഛൻ്റെ അരികിൽ വന്ന് അച്ഛനൊന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും ശൈത്യ പൂശുകയും ഒരു കൊച്ചു കാശുരൂപം നൽകിക്കൊണ്ട് ഇത് എപ്പോഴും സൂക്ഷിച്ച് പഠിക്കണമെന്ന് പറയുകയും ചെയ്തു. എല്ലാ പരീക്ഷകളും ഞാൻ ഈ കാശുരൂപം മാത്രം എൻ്റെ കയ്യിൽ പിടിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ സ്കൂളിൽ 4ാമത് ടോപ്പറായി എനിക്ക് എൻ്റെ പരീക്ഷ എഴുതി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അത് അമ്മ മാതാവ് മാത്രം എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നുവെന്ന നമ്മുടെ ജീവിതങ്ങളെ നാം കടന്നു പോകുന്ന അതിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമേ എന്ന് ആഗ്രഹിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. എൻ്റെ പേര് നീതു എന്നാണ്. ഞാൻ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 20/8/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഒരു 6 വർഷം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുമായിരുന്നു. എത്ര എഴുതിയിട്ടും, ഞാൻ ജർമ്മനായിരുന്നു പഠിച്ചത്, എത്ര പ്രാവശ്യം എക്സാം എഴുതി, ഒരു 8 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ എക്സാം എഴുതി, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രിപ്പിൾ വിൻ വഴി ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്.
അങ്ങനെ ഞാൻ 2024 ജൂൺ മാസത്തിൽ ഞാൻ കോയിത്തേൽ എറണാകുളം കോയിത്തേൽ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ A1-ൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് A2-ൻ്റെ എക്സാം ആയപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു, എക്സാം എഴുതി, എക്സാം പാസ്സായി. B1-ൻ്റെ എക്സാം ആയപ്പോൾ വീണ്ടും ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ എടുത്തു, ഞാൻ പോയി എക്സാം എഴുതി. 3 മൊഡ്യൂൾ ഞാൻ പാസ്സായി, 1 മൊഡ്യൂൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ജൂൺ 1-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് പോകാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ജൂണിൽ നിന്ന് എൻ്റെ വായി വരത്തില്ല, ജനുവരിയിൽ നിന്ന് എൻ്റെ വായി വരുള്ളൂ. അങ്ങനെ ഞാൻ ജനുവരിയിൽ, അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ജനുവരിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ജനുവരിയിലേക്ക് എനിക്ക് പോകാൻ പറ്റണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതിയിലെ എക്സാമിന് ഞാൻ പാസ്സായി. എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ പ്രോസസ്സിങ്ങുകളും പൂർത്തിയായി. അങ്ങനെ എനിക്കൊരു അങ്ങനെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഈ ജനുവരി മാസം ഞാൻ പോകും. പിന്നെ എനിക്കൊരു അനുഗ്രഹം തന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു 4 വർഷമായിട്ട് രാത്രി കിടക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, രാവിലെ നേരം വെളുത്ത് എണീക്കാൻ നേരത്ത് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുറം വേദന, തിരിയാൻ പറ്റത്തില്ല, എണീറ്റ് കുറച്ച് നേരത്തേക്ക് എനിക്ക് നടക്കുമ്പോൾ ശ്വാസം വിടാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുറത്ത് പുരട്ടി പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ കുറേ നാളങ്ങനെ ചെയ്തു. ഇപ്പം ആ വേദനയില്ല, പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ദിവസവും കൊന്ത ചെല്ലും, ബൈബിള് വായിക്കും. ഇതിനു മുമ്പ് എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ മടിയായിരുന്നു. പിന്നെ പുണ്യപ്രവൃത്തി ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലിലെ രോഗികളെയൊക്കെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കും. പിന്നെ എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവർക്ക് പൈസയായിട്ടും അല്ലാതെയൊക്കെ സഹായം ചെയ്തു കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നീതു നിതിൻ ഇവിടെ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, പുറപ്പാട് 19:8 കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഉടമ്പടി ജനത അതുവരെയും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് പല കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകുമ്പോഴും അവിടെയൊക്കെ അതെല്ലാം തരണം ചെയ്യുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തെ മറന്നുപോയി. പിന്നീട് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് മോശയോട് ഏറ്റുപറയുന്ന ഉടമ്പടി ജനതയെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത തൻ്റെ ജീവിതത്തിൽ, അതായത് ഇന്ന് നിതിനാണ്, തനിക്ക് ജീവിതത്തിൽ മാറ്റം വന്നു, താൻ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും കൂദാശ ജീവിതവുമൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ഇന്ന് ഈ മകളാണ് പറയുന്നതെങ്കിൽ, ഓരോ വ്യക്തികളും തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ വരച്ച് കാണിക്കുന്നുണ്ട്. താൻ ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, എന്നാൽ ഉടമ്പടിയിലൂടെ എനിക്കിങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എൻ്റെ ചിന്തയിൽ അതുപോലെ പ്രവർത്തനങ്ങളിൽ ഒക്കെ മാറ്റം വന്നു എന്ന് ഓരോരുത്തരും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. നീതുവിൻ്റെ സാക്ഷ്യവും വേറിട്ട ഒന്നല്ല. താൻ പുറത്തേക്ക് പോകുവാൻ വേണ്ടി 6 വർഷമായിട്ട് പരിശ്രമിക്കുന്നു. ഏകദേശം 8 പ്രാവശ്യത്തോളം താൻ എക്സാം എഴുതി, ജർമ്മൻ എക്സാം. എന്നാൽ അതിനൊന്നും തനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പിന്നീട് വന്ന് കാണുന്നുണ്ട്. ഉടമ്പടിയൊക്കെ എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ കിട്ടി. പിന്നീട് എങ്ങനെയാണ് ഈ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് ഉടമ്പടി ഏറ്റവും കൂടുതൽ നമുക്ക് ഉടമ്പടി കൃപയാകുന്നത് ആ നിബന്ധനകൾ പാലിച്ചുള്ള ജീവിതം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയം, കാലം, ഇതിനൊക്കെ ദൈവപിതാവ് അമ്മയ്ക്ക് പ്രത്യേകം അധികാരം കൽപ്പിച്ചു നൽകി.
അങ്ങനെ ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ഡേറ്റ്, സമയം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. തനിക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് അതേ അവസരത്തിൽ തന്നെ തനിക്ക് എങ്ങനെയാണ് തൻ്റെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയത്, ഉടമ്പടി എടുത്തതിന് ശേഷം, എക്സാം പാസ്സായതിന് ശേഷം പിന്നീട് വളരെ സ്പീഡപ്പായിട്ടാണ് കാര്യങ്ങൾ പോയതെന്നാണ് നീതു പറയുക. ഇന്ന് തനിക്ക് പിന്നീട് താൻ ഇപ്പോഴിതിന് ഒത്തിരിയേറെ ലോണൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ലോൺ എടുക്കാൻ എനിക്ക് ആദ്യം എക്സാം എഴുതിയപ്പോഴൊക്കെ പൈസ കൊടുത്ത് പോകണമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ട്രിപ്പിൾ വിൻ വഴിയാണ് കിട്ടിയത്. ഞാൻ പേ ചെയ്യുന്ന പൈസയെല്ലാം എനിക്ക് റീഫണ്ട് കിട്ടും. യാതൊരു രീതിയിലുള്ള ചിലവുകളും ഇപ്പോൾ ഈ മകൾക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ദീർഘസമയം നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. അതോടുകൂടി നാം സ്റ്റേബിൾ ആകുകയും വേണം. ദൈവത്തിന് എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് മോശയോട് കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു വാക്ക് ദൈവം പറഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുകയാണ്. അങ്ങനെ ഈ മകൾക്കും ഇന്നാണ് ഈ മകൾ മനസ്സിലാക്കുന്നത്, പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പൈസ നഷ്ടമേ തനിക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് യാതൊരുവിധ പേയ്മെൻറ്റും, അതായത് പൈസയൊന്നും കൊടുത്തല്ല പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് റീഫണ്ടബിളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരായി തന്നെ മുമ്പോട്ട് പോകാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാമെന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കാം. ഒന്നുകൂടി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസൻ. ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു. ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് December 3, 2023 ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ CPT എക്സാം, അത് മെഡിക്കൽ കോഡിംഗ് എക്സാമിൻ പാസ്സായ സാക്ഷ്യം പറയാനാണ്. ഞാനൊരു അധ്യാപികയായി 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. എന്നാൽ രോഗാവസ്ഥയിൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുകയും പിന്നീട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായാണ് എൻ്റെ രോഗസൗഖ്യമൊക്കെ ഉണ്ടായത്. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്തിയതാണ്. 7 വർഷമായി കേറ്ററ്റ് എന്ന എക്സാം എഴുതി പാസ്സാകാത്ത ഞാനാണ്. അതായത് കേരള എക്സാം കഴിവ് ഉണ്ടായിട്ടല്ല, അതായത് കുറച്ച് മാർക്കുകൾക്ക് ഒരു 2, 3 അല്ലെങ്കിൽ മാക്സിമം 5 മാർക്ക് കിട്ടാതെയാണ് ഞാൻ 7 കേറ്ററ്റ് എക്സാമും, അത് എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര ഞാൻ കേറ്ററ്റ് എക്സാം എഴുതിയെന്ന്. അതുപോലെ ഞാൻ എക്സാം 7 വർഷവും എഴുതിയിട്ടുണ്ട്. എന്നെയാണ് പരിശുദ്ധ മാതാവ് ഉടമ്പടിയിലൂടെ ഒരു US എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സഹായിച്ചത്. അത് ആദ്യം മുതൽ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ഒരു പുതിയ പ്രൊഫഷൻ എനിക്ക് മാതാവ് തിരഞ്ഞെടുത്ത് തന്നത്. ഞാൻ ഈ എക്സാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് അമ്മ തന്നെ ഒരു ഡേറ്റ് എടുത്ത് തരണം, അത് എന്നാന്ന് അമ്മ തന്നെ എന്നോട് പറയണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി December 1 ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും. അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും, അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കും. അങ്ങനെ അന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ചേച്ചി OET എക്സാമിന് ഡേറ്റ് അമ്മയോട് ചോദിച്ചിട്ട് അമ്മ അത് December 24 കൊടുത്തു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു 25 ഈശോയുടെ ജനനത്തിൻ്റെ അന്ന് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആ റിസൾട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ആ December 1 1 വർഷം മുമ്പുള്ള ആ സാക്ഷ്യം അന്ന് എനിക്ക് അമ്മ അത് എടുത്തു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തന്ന ഡേറ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ December 24 തന്നെ ഡേറ്റ് എടുത്തു. അതൊരു ട്യൂസ്ഡേ ആയിരുന്നു. അങ്ങനെ 24 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ പഠിച്ചതിലും കൂടുതലായി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അമ്മ എടുത്തു തന്നാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കാൻ തക്കവണ്ണം അമ്മ തന്നത് അനേകരോട് പറയാൻ തക്കവണ്ണം അത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു എക്സാമിന് 3 ദിവസം മുമ്പ് ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ലൂസ് മോഷനും അതുപോലെ തന്നെ പനി, വൊമിറ്റിങ്ങും എല്ലാം ആയിരുന്നു. ഭയങ്കരമായൊരു വിഷമത്തിലൂടെയാണ് കടന്നു പോയത്. എന്നാലും ഒരു മരുന്നായിട്ട് ഒന്നും ഞാൻ മേടിച്ചില്ല. കുഞ്ഞിന് പരിശുദ്ധ
പരിശുദ്ധ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും കൊടുത്താണ് അവൾക്കത് സുഖപ്പെട്ടത്. അന്ന് തന്നെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പോകേണ്ടി വന്നു എക്സാമിന്. അത് എൻ്റെ കൂടെ വരാൻ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ആരുമില്ലായിരുന്നു. എന്നാൽ പോയ വഴിയിലെല്ലാം മാതാവിൻ്റെ കൂടെ ഇരുന്നു. എക്സാം ഹോളിലോട്ട് കയറിയപ്പോഴും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കൂടെ ഇരിക്കണമെന്ന്. അത് അമ്മേനെ കണ്ടില്ലെങ്കിലും അമ്മയുടെ പ്രസൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ പാസ് ഞാൻ കുറേ വട്ടം കണ്ടു. അപ്പോൾ എനിക്കത് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ 2 മുകളിലും കുരിശ് വരച്ചു, നെറ്റിയിലും കുരിശ് വരച്ചിരുന്നു. അതുപോലെ തന്നെ ആ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ ഇൻവിജിലേറ്റർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടില്ല. അതിൻ്റെ കഴുത്തിലൊരു കാശ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം. അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചൊരു കാശ് രൂപം തന്നിരുന്നു. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നിരുന്നു എക്സാമിന് 2-3 ദിവസം മുമ്പ്. അപ്പോൾ അത് ഞാൻ ആ കുന്തയിൽ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണം, ഇതെനിക്ക് കയറ്റണമെന്ന്. അപ്പോൾ അതിനോട് പറഞ്ഞു ഓക്കെ കയ്യിൽ മുറുക്ക് പിടിച്ചോ, കാരണം ഫുൾ ക്യാമറയാണ്, 4 മണിക്കൂർ എക്സാമാണ്, ഫുൾ ക്യാമറയാണ്. അപ്പം അവരത് കാണരുത്, കണ്ടാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ കൊന്ത വെച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് നല്ല പേഴ്സൻറ്റേജിലോട് തന്നെ 25th ഈശോയുടെ ജനന ദിവസം തന്നെ രാവിലെ 3 മണിക്ക് തന്നെ റിസൾട്ട് വരാനും നല്ല മാർക്കോടുകൂടെ പാസ്സാകാനും സാധിച്ചു. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ഗോഡ് ഗ്രേസ്. അത് ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും നമുക്ക് നല്ലൊരു ഉയർച്ച അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പരിശുദ്ധ അമ്മ ഈശോയോട് നമുക്ക് മേടിച്ചു തരും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് എപ്പോഴും അസുഖങ്ങളായിരുന്നു. എന്നാൽ വിശുദ്ധ തൈലത്തിലൂടെയും തേനിലൂടെയും ഉപ്പിലൂടെയും എല്ലാം അവൾക്ക് ഒത്തിരി സൗഖ്യം കിട്ടി. അതുപോലെ അവൾക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ യൂറിൻ പോകുന്ന ഒരു ഇതായിരുന്നു. അവൾക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. എന്താണെന്ന് അസുഖം ഒന്ന് ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു അമ്മ ഇതിവിടെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം എന്നെ ഇടയാക്കണം. അത് ഞാൻ ഉപ്പ് വെള്ളത്തിൽ എന്നും കലക്കി കൊടുക്കുമായിരുന്നു. അതിലൂടെ അതിനും അവൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. അതുപോലെ ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി രോഗസൗഖ്യങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ അണ്ടർ ആംസിലൊരു ചെറിയൊരു സിസ്റ്റ് പോലെ വന്നു. പക്ഷേ അതെനിക്ക് കൈ പോലും പൊക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ 5 ദിവസം ഞാൻ പറഞ്ഞു മാതാവേ അതും എനിക്ക് സാക്ഷ്യം ഞാൻ പെടുത്തിക്കോളാം, എനിക്കത് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. അതും ഉപ്പ് ഉപയോഗിച്ചും തേനും തൈലം ഉപയോഗിച്ചും അതും പെട്ടെന്ന് തന്നെ ചുങ്ങിപ്പോയി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഓഗസ്റ്റ് മാസമാണ് അവിടെ ഇങ്ങനെ ഒരു സ്കിൻ പ്രോബ്ലം വന്നു ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് ഈ ഓഗസ്റ്റ് മാസമൊക്കെ സോറിയാസിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. അതുപോലെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, ഇതെനിക്ക് മാറ്റി തരണേന്ന് പറഞ്ഞു. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിച്ചിൽ നിന്നിട്ട് ആ സ്കിൻ ഇങ്ങനെ ഇളകി പോകുന്നത് പോലെയായിരുന്നു. എന്നാലും അതും വിശുദ്ധ തൈലത്തിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അതും എനിക്ക് സൗഖ്യം കിട്ടി. ഉടമ്പടിയിലൂടെ എനിക്ക് ദൈവം ഒരു പുതിയ ജീവിതമാണ് തന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്നും ഞാൻ ഒരു കാത്തലിക് ആണെങ്കിലും യാക്കോബൈറ്റിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ഉടമ്പടിക്ക് ശേഷം എന്നും രാവിലെ ഒരു അടുത്തുള്ള RC പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനും എല്ലാം ഈ ഉടമ്പടിയിലൂടെയാണ് അതെല്ലാം എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കും, അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. അതിൻ്റെ കൂടെ ഒരു സാക്ഷ്യം ഇടും. 6 മണിക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലൂടെ എനിക്ക് അതിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇടുന്നതിലൂടെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ അന്ന് ഓരോ ദിവസം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതെനിക്ക് എന്നും ഭയങ്കര അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെ പല ദിവസങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചോറുപൊതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലൊക്കെ പോകാറുണ്ട്. അവർക്ക് വേണ്ടി അവരോട് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ സഹായിക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഈ മാസം പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് ഇട്ട് ഞാൻ 5 കെട്ട് പത്രം ആദ്യം ഞാൻ മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു 26 എൻ്റെ പുതുക്കലായിരുന്നു. അന്ന് ഞാൻ വന്ന് 2 കെട്ടുകൂടെ മേടിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് 7 കെട്ട് പത്രം ഈ മാസം മേടിച്ചു കൊടുത്തു. എല്ലാ മാസവും ഞാനിവിടെ വന്ന് പേപ്പർ മേടിച്ച് എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, വീടുകൾ, അങ്ങനെ ഞാൻ എവിടെ പോയാലും പത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
സങ്കീർത്തനങ്ങൾ 41:12. എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. സൂസൻ തോമസ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ഉടമ്പടിയോടുള്ള വിശ്വസ്തത എത്ര അധികമാണെന്ന്. ഉടമ്പടി എടുത്ത നാൾ മുതൽ അത് പ്രാർത്ഥനയാവട്ടെ, പ്രവൃത്തികളാവട്ടെ, നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാവട്ടെ, ഓരോന്നും സന്തോഷത്തോടെ വിശ്വാസത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, കേറ്ററ്റ് എക്സാം 7 തവണ എഴുതിയിട്ടാണ് ജയിച്ചത്. എൻ്റെ കഴിവ് എത്ര കുറവുള്ളതാണ്, എൻ്റെ ഓർമ്മശക്തി എത്ര കുറവുള്ളതാണ്, എനിക്ക് ഒരു പരീക്ഷയിൽ എക്സൽ ചെയ്യുവാൻ എന്തുമാത്രം പാടാണ് എന്നൊക്കെ എൻ്റെ തോൽവിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. എന്നാൽ UX നടത്തുന്ന, അമേരിക്കയിൽ നടത്തുന്ന ആ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന പരീക്ഷ എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഒരിക്കലും അതിൻ്റെ ടെൻഷൻ അനുഭവിച്ചില്ല. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ പരീക്ഷയുടെ ചോദ്യത്തിനും ഞാൻ നേരിടുമ്പോൾ അമ്മ മാതാവിൻ്റെ അച്ഛൻ ആശീർവദിച്ചു തന്ന കാശുരൂപം സൂക്ഷിച്ച ജപമാല ആ ഇൻവിജിലേറ്ററിൻ്റെ സഹായം കൊണ്ട് എൻ്റെ കയ്യിൽ ഒതുക്കി പിടിച്ച് ഞാൻ ഓരോ പരീക്ഷയുടെ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടെ പാസ്സെന്ന് ഞാൻ ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതവിടെ അച്ചടിച്ച് വന്നതല്ല, മറിച്ച് എൻ്റെ കണ്ണുകളിൽ അമ്മ മാതാവ് തെളിച്ചു തന്ന എൻ്റെ റിസൾട്ടാണ് പാസ്സെന്ന്. എന്നാൽ ആ പരീക്ഷ എഴുതുവാൻ പോയ ദിവസങ്ങൾ എത്രയോ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. കുഞ്ഞിന് തീരെ സുഖമില്ലാതെ വല്ലാത്ത രീതിയിൽ കുഞ്ഞ് രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നത്. എങ്കിലും ഞാൻ മരുന്നിലല്ല ആശ്രയിച്ചത്, എൻ്റെ അമ്മ മാതാവിലാണ്. കുഞ്ഞിൻ്റെ തീവ്രമായ രോഗാവസ്ഥയിൽ മുഴുവനും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉടമ്പടി തൈലവും കൊടുത്തുകൊണ്ടാണ് ആ ദിവസങ്ങൾ ഞാൻ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് കുഞ്ഞിന് സൗഖ്യം നൽകി, എൻ്റെ പരീക്ഷയ്ക്ക് പൂർണ്ണമായ വിജയം നൽകി. എനിക്ക് ആ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനാവും വിധം എൻ്റെ സാഹചര്യങ്ങളെയൊക്കെയും ക്രമപ്പെടുത്തി നൽകി. പ്രിയമുള്ളവരെ, മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാലാണ് എനിക്ക് ഈ അനുഗ്രഹമൊക്കെ ലഭിച്ചത്, എൻ്റെ കഴിവ് കൊണ്ടല്ല. എപ്പോഴൊക്കെയാണോ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുവാൻ തയ്യാറാവുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുക, ആ ഓരോ അവസരത്തെയും ദൈവം മാനിക്കും. അമ്മ മാതാവ് നമുക്കത് അനുഗ്രഹത്തിലുള്ള വഴിയായി മാറ്റിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വാക്കുകളിലൂടെ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഭവത്തെ നന്ദിയോടുകൂടി കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. എൻ്റെ പേര് സാന്ദ്ര, എൻ്റെ വീട് ഇവിടെ പൂങ്കാവിലാണ്. ഇതെൻ്റെ അമ്മ, പേര് സൂസമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 2023 സെപ്റ്റംബർ 8-നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും നേഴ്സിംഗ് കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇത് പഠിക്കാനായിട്ട്. അങ്ങനെ 1 വർഷം എടുത്ത് ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞു. അങ്ങനെ 2023 സെപ്റ്റംബറിലാണ് എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഫ്രണ്ടിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ എക്സാം എഴുതി, അതിൽ 4 എണ്ണത്തിൽ 2 മൊഡ്യൂൾ കിട്ടി. അങ്ങനെ കുറച്ച് 1 മാസം കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് 22-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവളുടെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി 1 ആഴ്ചത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും എനിക്കതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം അമ്മയാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കും, അല്ലാണ്ട് ഞാനിവിടെ വന്ന് കറക്റ്റായിട്ട് പുതുക്കാൻ വരും. പക്ഷേ പത്രം മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കാരുണ്യപ്രവർത്തനം ചെയ്യുകയോ ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വർഷത്തേക്ക് 2024 എനിക്ക് എല്ലാം തടസ്സങ്ങളായിരുന്നു. ഡേറ്റ് ഇപ്പോൾ എക്സാമിനാണെങ്കിലും ഡേറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും 1-2 മാർക്കിനൊക്കെ ഫെയിലാകും.
പിന്നെ ചിലത് കിട്ടും. അങ്ങനെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരാൻ തന്നെ ഒരു 80 ദിവസത്തോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് എനിക്ക് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം കിട്ടിയിട്ട് ഞാൻ പിന്നെ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് അതും റിജക്ഷനായി. എന്നിട്ട് പിന്നെ അപ്പം എനിക്ക് ശരിക്കും ഞാൻ മടുത്തു പോയി. 1 വർഷമായിട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും തടസ്സമായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞു, ഒന്നും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം, നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ എൻ്റെ മുറിയിൽ തന്നെയാണ് മാതാവിൻ്റെ രൂപമൊക്കെ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല, മനസ്സിലിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ടായി. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പത്രമാണെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടവും കുറ്റബോധവും തോന്നി. ഞാനങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു, കുമ്പസാരിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പിന്നെ ഞാനിവിടെ പുതുക്കാൻ മാത്രമായിട്ട് വന്നുകൊണ്ടിരുന്ന മിക്കപ്പോഴും ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നെ രോഗികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് എനിക്ക് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നമുക്ക് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. രാവിലെ നിന്നില്ല ഉച്ചക്കുന്നില്ല അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് വിസയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടാണ് ഞാൻ പോയത്. 29-ാം തീയതി എനിക്ക് വിസ വന്നു. ഞാൻ 1 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. 1 മാസം ഞാൻ കറക്റ്റ് ഉടമ്പടി ഫോളോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തുടങ്ങി. വിസ കിട്ടി. ഇപ്പോൾ ടിക്കറ്റ് ആണെങ്കിലും 20-ാം തീയതിക്ക് മുന്നേ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതും എനിക്കിപ്പോൾ കിട്ടി. ഈ 16-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ മറ്റുള്ളവരെ സഹായിക്കണം. അല്ലാണ്ട് ഇപ്പം നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കുക, പ്രേക്ഷിത പ്രവർത്തനം നടത്തുക, പത്രം മേടിച്ച് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തരും. മാതാവിന് 1000 നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജോഷുവ 3-ാം അധ്യായം 5-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സാന്ദ്ര ഫ്രാൻസിസ് തൻ്റെ ഇടയിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിനെക്കുറിച്ച് അനുഭവിച്ചു. ആ കർത്താവിൻ്റെ സ്നേഹം തനിക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇന്ന് അനുഭവ സാക്ഷ്യമായിട്ട് തിരുവൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. താൻ ഉടമ്പടി എടുത്തത് മാത്രം, പിന്നീട് താൻ ഒന്നും ചെയ്തില്ല എന്ന് ഈ മകൾ പറയുന്നുണ്ട്. 1 വർഷമായിട്ടും തൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. എന്നാൽ പിന്നീട് തനിക്ക് തന്നെ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ആ ബോധ്യം കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് 1 മാസം, 1 വർഷം താൻ ചെയ്യാത്തത് 1 മാസം പിന്നീട് ഈ മകൾ ചെയ്യുകയാണ്. ഇന്നും ഈ മകൾ ആ ഒരു തീഷ്ണതയിലാണ്. അങ്ങനെ തൻ്റെ കാര്യങ്ങൾ ഓരോന്നും പിന്നീട് എത്ര പെട്ടെന്നാണ് നടന്നതെന്നും അപ്ലൈ ചെയ്ത് റിജക്റ്റായ ഓരോ കാര്യങ്ങൾ, അതായത് വിസയുടെ കാര്യങ്ങളും ഇതെല്ലാം പിന്നീടെല്ലാം തനിക്ക് കൃപകളായിട്ട് വരുന്നു. ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. പിറ്റേ ദിവസം വിസയും കിട്ടുകയാണ്. 1 വർഷം കൊണ്ട് നടക്കാത്തത് 1 മാസത്തിനുള്ളിൽ, അതും വിസ 1 ദിവസത്തിനുള്ളിൽ തനിക്ക് ലഭിക്കുന്നു. അങ്ങനെ തൻ്റെ ടിക്കറ്റുമൊക്കെ ക്ലിയറായി ഇന്ന് ജർമ്മനിക്ക് പോകുവാനായിട്ട് താൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ കരുതുന്ന, താൻ ഇന്ന് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മകൾ തന്നെ പറഞ്ഞ കാര്യമാണ്, നാം ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് കൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും, തൻ്റെ ജീവിതത്തിൽ കിട്ടിയ പുതിയ കാഴ്ചപ്പാടുകൾക്ക് എല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.